നമസ്കാരം. നാളെ ജൂൺ മാസം 26-ാം തീയതി ഞാനീ പറയുന്ന നക്ഷത്രജാതകർക്ക് നാളെ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് രാവിലെ പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ തന്നെയായിരുന്നു. എന്നാൽ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കാൻ പോവുകയാണ്. 2025 ജൂൺ മാസം 26 മുതൽ ഈ നക്ഷത്രജാതകർക്ക് ഇത് സംഭവിച്ചിരിക്കും. രാശിചിന്താപ്രകാരം അനുകൂലമായി തീരുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്ന സമയമാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഈ നക്ഷത്രജാതകർക്ക് മേൽ ചൊരിയും. ഓം മഹാലക്ഷ്മിയെ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാനെ നമസ്കരിക്കുക, തൊഴുകുക. ഉള്ളം കൈയിലേക്ക് ഒരു നിമിഷം നോക്കി ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുക വഴി നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഇന്നീ പറയുന്ന നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. നാളെ ജൂൺ മാസം 26-ാം തീയതി ഈ നക്ഷത്രജാതകർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കും. ആദ്യത്തെ രാശിക്കാർ അശ്വതിയും ഭരണിയും കാർത്തികയും അടങ്ങിയ മേടക്കൂറുകാർ തന്നെയാണ്. ഇവർക്ക് നല്ല സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി വന്നു ചേരുക. ധനയോഗങ്ങൾ വന്നു ചേരും. പല രീതിയിലുള്ള ധനലാഭങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക. അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെയും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. നാളെ ഇവർക്ക് ഇഷ്ട വ്യക്തിയെ കണ്ട് സംസാരിക്കാൻ കഴിയും. പല കാര്യങ്ങളും തീരുമാനമെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ധനലാഭം വന്നു ചേരും. അല്ലലും അലച്ചിലും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർക്കെത്താൻ സാധിക്കും. തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒരു ജോലിയൊക്കെ കിട്ടാനുള്ള സമയമാണ്. എങ്കിലും ശത്രുക്കളുടെ ഭീഷണി ഉണ്ടാകും. അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. പ്രധാനമായും ഇവർക്ക് സംഭവിക്കുന്നത് ധനാഗമനം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അലച്ചിലും വിഷമങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് നല്ല സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. ഭാഗ്യശാലികളാണ് ഈ നക്ഷത്രജാതകർ. മേടരാശിക്കാരെ സംബന്ധിച്ച് നാളെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകുന്നു. നാളത്തെ ദിവസം വളരെ അനുകൂലമാണ്. കഴിവതും വാക്കുകൾ പാലിക്കുക. അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ നാളെ ആരംഭിക്കുന്നത് ഇവർക്ക് അനുകൂലതയായിരിക്കും. പ്രതീക്ഷിച്ച കാര്യം നടക്കും. ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ദേഷ്യമൊക്കെ കുറയ്ക്കുക. എടുത്തുചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് നാളെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും. ഇഷ്ട വ്യക്തിയെ കണ്ട് സംസാരിക്കാൻ ഇവർക്ക് സാധ്യമാകുന്നു. അടുത്ത രാശിക്കാർ ചിത്തിരയും ചോതിയും വിശാഖവും അടങ്ങിയ തുലാക്കൂറുകാർ തന്നെയാണ്. ധനപരമായി ഇവർക്ക് ഒരുപാട് നേട്ടമുണ്ടാകുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നാളത്തെ ദിവസം കൊണ്ട് ഇവർക്ക് സാധ്യമാകും. ഒരു ഉദ്യോഗ കയറ്റം, കുറച്ചു കാലമായി എന്തെങ്കിലും കാര്യത്തിന് ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിജയത്തിലെത്തുന്ന സമയം. ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. സമ്പത്ത് ഒരുപാട് വന്നു ചേരുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി പല അവസരങ്ങളും നഷ്ടപ്പെടുന്നതായി കാണാൻ സാധിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. പച്ചക്കർപ്പൂരം ഒരു പാത്രത്തിൽ ഇട്ട് പൂജാമുറിയിൽ വയ്ക്കുന്നത് ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുവാൻ കാരണമാകും. വീട്ടിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും. പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ പല അവസരങ്ങളും നിങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്ന സമയമായിരുന്നു. ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ്. പുതിയ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങളുടെ നഷ്ടപ്പെട്ട മുതലൊക്കെ തിരിച്ചു കിട്ടും. കടം തീരും. ധനം സമ്പാദിക്കാൻ കഴിയും. എല്ലാ രീതിയിലും ഉയർച്ചയാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. ക്ഷേത്ര ദർശനം നടത്തണം.
പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയുന്നു. ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, നഷ്ടപ്പെട്ട മുതലൊക്കെ തിരിച്ചു കിട്ടുന്ന സമയമാണ്, പല കാര്യങ്ങളും അന്ന് കിട്ടുന്ന സമയം കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകൾ വളരെ മോശപ്പെട്ട സമയം തന്നെയായിരുന്നു. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് നിൽക്കുന്ന സമയം. എന്നാൽ ജൂൺ 26 നിങ്ങളെ സംബന്ധിച്ച് അത് നേട്ടത്തിൻ്റെതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയമായിരിക്കും. ധനപരമായി നിങ്ങൾക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കി തരുന്ന ദിവസം കൂടിയായിരിക്കും. പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ജൂൺ 26. വ്യാഴാഴ്ച ഭാഗ്യദിനമാണ് നിങ്ങളെ സംബന്ധിച്ച്. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഒരു ലോട്ടറിയൊക്കെ എടുത്തേക്കുക. ഭാഗ്യാനുഭവം ഒരുപക്ഷെ നിങ്ങളെ തേടിയെത്തിയേക്കാം. അടുത്ത രാശിക്കാർ പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർ തന്നെയാണ്. മീനക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. സമ്പത്ത്, ആയുസ്, ആരോഗ്യം, സന്താനഭാഗ്യം, പങ്കാളിഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയം. ജീവിതത്തിൽ ഒരു മാറ്റം വന്നു ചേരുന്ന സമയം. നല്ല ഒരു പ്രശസ്തി, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വരുമാനം, ആഗ്രഹിച്ച ഒരു ജോലി, ആഗ്രഹിച്ച ഒരു വാസം, അതായത് വാസസ്ഥലമൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നു. പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നത് ഒരു ഭാഗ്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന സമയം. ഇതിന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. ഓ മഹാലക്ഷ്മിയെ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യനിർഭാഗ്യങ്ങളെയും ഈശ്വരാധീനവും ഒക്കെ സാധാരണ രീതിയിൽ പറയാറുള്ളത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവുമാണ്, ഭാഗ്യവുമാണ്. നാളെ ഒരുപാട് ധനലാഭം വന്നു ചേരും. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നാൽ മരണം പോലും മാറി നിൽക്കും എന്നാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ധനപരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ കഴിയുന്ന സമയം. ഒരു ജോലി ലഭിക്കാനും വിദേശ രാജ്യത്ത് പോകാനുമുള്ള പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന സമയം. നിങ്ങൾക്ക് ധനപരമായ ആഗ്രഹങ്ങളൊക്കെ നിറവേറും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും. പ്രശ്നങ്ങളിൽ നിഷ്പക്ഷത പ്രകടിപ്പിക്കുക. മുൻജന്മ സുഹൃതം എന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി, എല്ലാ ശത്രുദോഷങ്ങളും മാറി, സകല ആഭിചാര ദോഷങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയം. കോപം ഒക്കെ നിയന്ത്രിക്കുക. തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് പിന്മാറരുത്. വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന ദിവസമാണ്. ഒരു ജോലി ലഭിക്കാനും വിദേശ രാജ്യത്ത് പോകാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നു. നിങ്ങൾ ഒരു മഹാലക്ഷ്മി ഭക്തയാണ് എങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. സകലവിധ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും കടിഞ്ഞാണിട്ടുകൊണ്ട് ഇനി ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു കുതിപ്പ് തന്നെയായിരിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നിച്ചു വരുന്ന സമയം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.